ഭാര്യയ്ക്കുമോ താൻ യാക്കോബിന് മക്കളെ പ്രസവിക്കുന്നില്ല എന്നു റാഹേൽ കണ്ടു തൻ്റെ സഹോദരിയോട് അസൂയപ്പെട്ടു. യാക്കോബിനോട് എനിക്ക് മക്കളെ തരണം, അല്ലെങ്കിൽ ഞാൻ മരിച്ചുപോകും എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബിന് റാഹേലിനോട് കോപം ജ്വലിച്ചു. നിനക്ക് ഗർഭഫലം തരാതിരിക്കുന്ന ദൈവത്തിൻ്റെ സ്ഥാനത്തോ ഞാൻ എന്ന് പറഞ്ഞു. അതിന് അവൾ, എൻ്റെ ദാസി ബിൽഹ ഉണ്ടല്ലോ, അവളുടെ അടുക്കൽ ചെല്ലുക, അവൾ എൻ്റെ മടിയിൽ പ്രസവിക്കട്ടെ, അവളാൽ എനിക്ക് മക്കൾ ഉണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ തൻ്റെ ദാസി ബിൽഹയെ അവന് ഭാര്യയായി കൊടുത്തു. യാക്കോബ് അവളുടെ അടുക്കൽ ചെന്നു. ബിൽഹ ഗർഭം ധരിച്ചു യാക്കോബിന് ഒരു മകനെ പ്രസവിച്ചു. അപ്പോൾ റാഹേൽ, ദൈവം എനിക്ക് ന്യായം നടത്തി, എൻ്റെ അപേക്ഷ കേട്ട് എനിക്കൊരു മകനെ തന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവനും ദാൻ എന്ന് പേരിട്ടു. റാഹേലിൻ്റെ ദാസി ബിൽഹ പിന്നെയും ഗർഭം ധരിച്ചു യാക്കോബിനു രണ്ടാമത്തെ ഒരു മകനെ പ്രസവിച്ചു. ഞാൻ എൻ്റെ സഹോദരിയോട് വലിയൊരു പോർ പൊരുതു ജയിച്ചുമിരിക്കുന്നു എന്ന് റാഹേൽ പറഞ്ഞ് അവനു നഫ്താലി എന്ന് പേരിട്ടു. തനിക്ക് പ്രസവം നിന്നു പോയി എന്ന് ലേയ കണ്ടേറെ തൻ്റെ ദാസി സിൽപ്പായെ വിളിച്ച് അവളെ യാക്കോബിന് ഭാര്യയായി കൊടുത്തു. ലേയയുടെ ദാസി സിൽപ്പ യാക്കോബിന് ഒരു മകനെ പ്രസവിച്ചു. അപ്പോൾ ലേയ ഭാഗ്യം എന്ന് പറഞ്ഞ് അവന് ഗാദ് എന്ന് പേരിട്ടു. ലേയയുടെ ദാസി സിൽപ്പ യാക്കോബിനും രണ്ടാമത്തെ ഒരു മകനെ പ്രസവിച്ചു. ഞാൻ ഭാഗ്യവതി സ്ത്രീകൾ എന്ന് ഭാഗ്യവതിയെന്നും പറഞ്ഞു എന്നു ലേയ പറഞ്ഞു. അവന് ആശർ എന്ന് പേരിട്ടു. ഗോതമ്പ് കൊയ്തു കാലത്തു രൂബേൻ പുറപ്പെട്ട് വലിയ വയലിൽ ദൂതായി പഴം കണ്ടു. തൻ്റെ അമ്മയായ ലേയയുടെ അടുക്കൽ കൊണ്ടുവന്നു. റാഹേൽ ലേയയ്ക്ക്, നിന്റെ മകൻ്റെ ദൂതായ പഴം കുറെ എനിക്ക് തരണം എന്ന് പറഞ്ഞു. അവളോട്, നീ എൻ്റെ ഭർത്താവിനെ എടുത്തതു പോരായോ? എൻ്റെ മകൻ്റെ ദൂതായി പഴവും കൂടെ വേണമോ എന്നു പറഞ്ഞത്. റാഹേൽ ആകട്ടെ, നിന്റെ മകൻ്റെ ദൂതായി പഴത്തിന് വേണ്ടി ഇന്നു രാത്രി അവൻ നിന്നോട് കൂടെ ശയിച്ചു കൊള്ളട്ടെ എന്നു പറഞ്ഞു. യാക്കോബ് വൈകുന്നേരം വയലിൽ നിന്നും വരുമ്പോൾ ലേയ അവനെ എതിരേറ്റു ചെന്നു. നീ എൻ്റെ അടുക്കൽ വരേണം, എൻ്റെ മകൻ്റെ ദൂതായി പഴം കൊണ്ടു ഞാൻ നിന്നെ കൂലിക്കും വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അന്നു രാത്രി അവൻ അവളോട് കൂടെ ശയിച്ചു. ദൈവം ലേയയുടെ അപേക്ഷ കേട്ടു. അവൾ ഗർഭം ധരിച്ചു യാക്കോബിന് അഞ്ചാമത്തെ ഒരു മകനെ പ്രസവിച്ചു. അപ്പോൾ ലേയ, ഞാൻ എൻ്റെ ദാസിയെ എൻ്റെ ഭർത്താവിന് കൊടുത്തുകൊണ്ടു ദൈവം എനിക്ക് കൂലി തന്നു എന്ന് പറഞ്ഞ് അവന് ഇസഗർ എന്നു പേരിട്ടു. ലേയ പിന്നെയും ഗർഭം ധരിച്ചു യാക്കോബിന് ആറാമത്തെ ഒരു മകനെ പ്രസവിച്ചു. ദൈവം എനിക്കൊരു നല്ല ദാനം തന്നിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോട് കൂടെ വസിക്കും. ഞാൻ അവന് 6 മക്കളെ പ്രസവിച്ചല്ലോ എന്നു ലേയ പറഞ്ഞ് അവനും സെബുലാൻ എന്ന് പേരിട്ടു. അതിൻ്റെ ശേഷം അവൾ ഒരു മകളെ പ്രസവിച്ച് അവൾക്ക് ദീന എന്ന് പേരിട്ടു. ദൈവം റാഹേലിനെ ഓർത്തു. ദൈവം
അവളുടെ അപേക്ഷ കേട്ട് അവളുടെ ഗർഭത്തെ തുറന്നു. അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ദൈവം എൻ്റെ നിന്ന നീക്കി കളഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. യഹോവ എനിക്ക് ഇനിയും ഒരു മകനെ തരുമെന്ന് പറഞ്ഞു. അവന് യോസേഫ് എന്ന് പേരിട്ടു. റാഹേൽ യോസേഫിനെ പ്രസവിച്ച ശേഷം യാക്കോബ് ലാബാനോട് ഞാൻ എൻ്റെ ദേശത്തേക്ക് പോകുവാൻ എന്നെ അയക്കണം. ഞാൻ നിന്നെ സേവിച്ചതിൻ്റെ പ്രതിഫലമായ എൻ്റെ ഭാര്യമാരെ മക്കളെയും എനിക്ക് തരണം. ഞാൻ പോകട്ടെ. ഞാൻ നിന്നെ സേവിച്ച സേവ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. ലാബാൻ അവനോട് എന്നോട് ദയ ഉണ്ടെങ്കിൽ പോകരുത്. നിന്റെ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചു എന്ന് എനിക്ക് ബോധ്യമായിരുന്നു. എനിക്ക് എന്തു പ്രതിഫലം വേണം എന്ന് പറയുക, ഞാൻ തരാം എന്ന് പറഞ്ഞു. അവനോട് ഞാൻ നിന്നെ എങ്ങനെ സേവിച്ചു എന്ന് നിന്റെ ആട്ടിൻ കൂട്ടം എൻ്റെ പക്കൽ എങ്ങനെ ഇരുന്നു എന്ന് നീ അറിയുന്നു. ഞാൻ അവരു മുമ്പേ നിനക്ക് അല്പമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു. ഞാൻ കാൽ വച്ചിടത്തൊക്കെയും യഹോവ നിന്നെ അനുഗ്രഹിക്കുന്നു. നീ എൻ്റെ സ്വന്തം ഭവനത്തിനു വേണ്ടി ഞാൻ എപ്പോൾ കരുതുന്നു എന്നു പറഞ്ഞു. ഞാൻ നിനക്ക് എന്ത് തരണമെന്ന് അവൻ ചോദിച്ചതിനു യാക്കോബ് പറഞ്ഞത്, നീ ഒന്നും തരേണ്ട, ഈ കാര്യം നീ ചെയ്തു തന്നാൽ ഞാൻ നിന്റെ ആട്ടിൻകൂട്ടത്തെ ഇനിയും മേയിച്ചു പാലിക്കാം. ഞാൻ ഇന്നും നിന്റെ എല്ലാ കൂട്ടങ്ങളിൽ കൂടി കടന്ന് അവയിൽ നിന്ന് പുള്ളിയും മറുവും ഉള്ള ആടുകളെയൊക്കെയും ചെമ്മരിയാടുകളൊക്കെയും കറുത്തതിനെ ഒക്കെയും കോലാടുകളിൽ പുള്ളിയും മറുവും ഉള്ളതിനെയും വേർതിരിക്കാം. അത് എൻ്റെ പ്രതിഫലമായി ഇരിക്കട്ടെ. നാളെ ഒരിക്കൽ എൻ്റെ പ്രതിഫലം സംബന്ധിച്ച് നീ നോക്കുവാൻ വരുമ്പോൾ എൻ്റെ നീതി തെളിവായിരിക്കും. കോലാടുകളിൽ പുള്ളിയും മറുവുമില്ലാത്തതും ചെമ്മരിയാടുകളിൽ കറുത്ത നിറമില്ലാത്തതുമെല്ലാം മോഷ്ടിച്ചതായി എണ്ണം. അതിനു ലാബാൻ, നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് പറഞ്ഞു. അന്നു തന്നെ അവൻ വരയും മറുവും ഉള്ള മുട്ടാടുകളെയും പുള്ളി മറുവുമുള്ള പെൺ കോലാടുകളെയും വെണ്മയുള്ളതിനെയൊക്കെയും ചെമ്മരിയാടുകളിൽ കറുത്ത നിറമുള്ളതിനെ ഒക്കെയും വേർതിരിച്ച് അവൻ്റെ പുത്രന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ തനിക്ക് യാക്കോബിനും ഇടയിൽ 3 ദിവസത്തെ വഴി അകലം വച്ചു. ലാബാന്റെ ശേഷമുള്ള ആട്ടിൻകൂട്ടങ്ങളെ യാക്കോബ് മേയിച്ചു. എന്നാൽ യാക്കോബ് പുനുവൃക്ഷത്തിന്റെയും ബദവൃക്ഷത്തിന്റെയും അരിഞ്ഞിൽ വൃക്ഷത്തിന്റെയും പച്ചക്കൊമ്പുകളെ എടുത്ത് വയലിൽ വെള്ള കാണാത്തവണ്ണം വെള്ള വരയായി തൊലി ഉരിച്ചു. ആടുകൾ കുടിപ്പാൻ വന്നപ്പോൾ അവൻ താൻ തോല് ഉരിച്ച കൊമ്പുകളെ പാത്തികളിലും വെള്ളം പകരുന്ന തൊട്ടികളിലും ആടുകളുടെ മുമ്പിൽ വച്ചു.
അവ വെള്ളം കുടിപ്പാൻ വന്നപ്പോൾ ചനയേറ്റു. ആടുകൾ കൊമ്പുകളെ കൊണ്ട് ചനയേറ്റു. വരയും പുള്ളിയും മറുമുള്ള കുട്ടികളെ പെറ്റു. ആ ആട്ടിൻകുട്ടികളെ യാക്കോബ് വേർതിരിച്ച് ആടുകളെ ലാബാന്റെ അടുക്കലിൽ വരയും മറുവും മുള്ള എല്ലാറ്റിനും അഭിമുഖമായി നിർത്തി. തന്റെ സ്വന്തം കൂട്ടങ്ങളെ ലാബാന്റെ ആടുകളോടു ചേർക്കാതെ വേറെ ആക്കി. ബലമുള്ള ആടുകൾ ചന ഏൽക്കുമ്പോഴൊക്കെയും കൊമ്പുകളെ കൊണ്ടു ചനയേൽക്കട്ടതിനും യാക്കോബ് ആ കൊമ്പുകളെ പാത്തികളിൽ ആടുകളുടെ കണ്ണിനു മുമ്പിൽ വച്ചു. ബലമില്ലാത്ത ആടുകൾ ചനയേൽക്കുമ്പോൾ അവയെ വച്ചില്ല. അങ്ങനെ ബലമില്ലാത്തവ ലാബാനും ബലമുള്ളവ യാക്കോബിനും ആയി തീർന്നു. അവൻ മഹാസമ്പന്നനായി വന്നു. വളരെ ആടുകളും ദാസന്മാരോട് ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടാകുകയും ചെയ്തു. ബാറക്കിമോർ.